ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്തത് യമഹ RX 100ൻ്റെ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേത് കാർബറേറ്ററിൻ്റെ ഓരോ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കാർബറേറ്റർ ബോഡി. അതിനെ ആദ്യമായിട്ട് നമുക്ക് ആട്ടോ മിക്സർ എന്ന് പറഞ്ഞ ഈ സാധനം എല്ലാം എയർ അടിച്ച് വെച്ച് ഇതിൻ്റെ ചെറിയ ഹോളുകളുണ്ട്, അതെല്ലാം നന്നായിട്ട് എയർ അടിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം അകത്തോട്ട് പോകണം. ഇതിലാണ് നമ്മളെ സ്ലൈഡർ നീഡിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മെയിൻ ജെറ്റിൻ്റെ ഹോളിൽ കൂടെ ഇത് കണ്ടില്ലേ, ഇതിനതാ ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി അപ്പോൾ ഇതിനകത്ത് വന്നു. ഇനി ഇതിൽ ഇതാണ് മെയിൻ ജെറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഓറിങ് ഇതിന് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വരണം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് ഇതിനകത്ത് കണ്ടോ, ഇനി ഈ ഭാഗം അകത്ത് വരണം. ഈ ഭാഗത്താണ് ഈ സ്ലോട്ടിലാണ് ആ ഓറിങ് സെറ്റ് ആവുന്നത്. പിന്നെ 6ൻ്റെ സ്പാനർ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതായി സ്ലോ സ്പീഡ് ജെറ്റ്. ഇതിലെ ഹോളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എയറൊക്കെ അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിലിടണം സ്ലോ സ്പീഡ് ജെറ്റ്, ചെറിയ ജെറ്റ്. എന്നിട്ട് ചെറിയ കണക്ടർ വെച്ച് അതൊന്ന് ഫുൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റായി സ്ലിപ്പ് ആവാതെ നോക്കണം. അതിൻ്റെ ഹെഡ് കംപ്ലൈൻ്റ് ആവാതെ. ഹെഡ് കംപ്ലൈൻ്റ് ആവുകയും അവിടെ നിന്ന് പൊടി അകത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഹോള് ബ്ലോക്ക് ആവും. അതുകൊണ്ട് നന്നായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്യും. കണ്ടില്ലേ, അപ്പോൾ രണ്ടും ടൈറ്റായി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഈ ഫ്ലോട്ടിൻ്റെ ഒരു ഫ്ലോട്ട് നട്ട് ഇത് കണ്ടില്ലേ, ഇതിലൊരു വാഷറുണ്ട്, ഫൈബർ വാഷർ. അത് നമുക്കിവിടെ ഇതിലാണ് പെട്രോളിൻ്റെ ഫ്ലോട്ട് നീഡിൽ വന്ന് കയറുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇതിനെ വാഷിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എട്ടിൻ്റെ ടീയോ എട്ടിൻ്റെ റിങ്സോ ഏതെങ്കിലും വെച്ച് ഓക്കെ കണ്ടില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഫ്ലോട്ട് സെറ്റ് ചെയ്യണം. ഫ്ലോട്ടും അതിൻ്റെ നീഡിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നീഡില്, ഇതാണ് പെട്രോൾ ഫ്ലോട്ട് നീഡില്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ മുനയുള്ള ഭാഗം താഴോട്ട് വരണം. ഇവിടെ പൊടി കയറി അടയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഹോളിനകത്ത് അടയുമ്പോഴാണ് ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ ആദ്യം ആ നട്ടിനകത്ത് കണ്ടോ ഇട്ട് വരും. അടുത്ത് ഈ ഫ്ലോട്ട് ഈ ഭാഗം ഇവിടെ വന്ന് തട്ടണം. ഇങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല, ഇങ്ങനെ തന്നെ. അതായത് ഈ ഗ്രൂ ഉള്ള ഭാഗം അടിയിൽ വേണം. ഇനി ഈ പിന്നെ ഫ്ലോട്ടിൻ്റെ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇങ്ങനെ പൊങ്ങയും താഴെയും ചെയ്യും. അപ്പോൾ ആ നീഡിൽ വന്ന് ബ്ലോക്കാവും. അടുത്ത് നമുക്ക് ഈ പാക്കിങ് ഇതിൽ സെറ്റ് ചെയ്യണം.
പാക്കിങ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഗ്രീസ് ഒന്ന് അപ്ലൈ ചെയ്യണം. കണ്ടോ കണ്ടോ ഈ പാക്കിങ്ങിൽ ഗ്രീസ്. എന്നിട്ട് ഇതാ ഈ ഹോള് ഇതാ ഇവിടെ വരുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഗ്രൂവിൽ വയ്ക്കണം. അപ്പോൾ പാക്കിങ് സെറ്റായി. ഇനി നമുക്ക് ഈ ഡൂം ഈ ഹോള് ഇതാ ഇവിടുത്തെ ഈ പൈപ്പിൽ കയറി വരണം. കണ്ടില്ലേ, ഇറങ്ങിക്കഴിയും. ഇനി ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ശബ്ദം കേൾക്കണം. അതായത് ഫ്ലോട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയേ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 4 സ്ക്രൂ ഈ 4 ഹോളിലായിട്ട് ഈ വാഷർ ഇവിടെ ഇതിലിട്ട് പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യാം. ഒരു പക്ഷേ ഈ പാക്കിങ് ലീക്ക് വരികയാണെങ്കിൽ അതിനെ ഇളക്കിയിട്ട് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കണം. കാരണം ഈ പഴയ വണ്ടികളിൽ ചിലപ്പോൾ പാക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരാം. ഇതിപ്പം പഴയ പാക്കിംഗ് ആണ് ഞാൻ ഇട്ടത്. ഇനി ലീക്ക് വരികയാണെങ്കിൽ ഞാൻ ഇളക്കിയിട്ട് ആ ഗ്രീസ് തുടച്ചതിന് ശേഷം കുറച്ച് നൈസായിട്ട് ഗ്ലൂ ഈ ഗ്രീസ് പുരട്ടിയതുപോലെ ഗ്ലൂ വെച്ച് കൊടുക്കണം. അപ്പോൾ 4 സ്ക്രൂ ടൈറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ഇതാണ്. ഇതിലൊരു ഓറിംഗ് ഉണ്ട്. ആ ഓറിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് പിന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അടുത്ത് ചോക്ക് കണ്ടോ, ഇതാണ് ചോക്ക്. ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് വയ്ക്കുകയാണ് ചോക്ക്. ഈ നട്ട് ഇത് ഈ 12-ൻ്റെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. കണ്ടില്ലേ. ഇനി ഇതാ ഈ സീല്, ഈ വാട്ടർ സീല് ഇതിങ്ങനെയാണ് ഓൺ ആവുന്നത്. ഇത് ഓഫ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എയർ സ്ക്രൂ ഇവിടെ വയ്ക്കണം. എയർ സ്ക്രൂ. അപ്പോൾ ഈ ഓറിങ് വഹിക്കണം. ഈ സ്പ്രിങ് ഇതാണ് അതിൻ്റെ സ്ക്രൂ. അത് ഫുൾ ടൈറ്റ് ചെയ്യണം ആദ്യം. എൻ്റെ ഹെഡെല്ലാം സ്ലിപ്പായിരിക്കുക, കണ്ടില്ലേ. അതാണ് ആ സ്ക്രൂ ഡ്രൈവർ പിടിക്കാതെ. ഫുൾ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് 1.5 പിരി റിലീസ് ചെയ്യണം. 1.5, അരയായി, 1 1.5 അതിലിരുന്നത്, ഞാൻ നോക്കിയായിരുന്നു. പിന്നെ വച്ചിട്ട് ഫൈൻ ട്യൂൺ ചെയ്യണം. അപ്പോൾ പിന്നെ 2 ട്യൂബും കൂടെ നമുക്ക് ഓവർഫ്ലോ ട്യൂബും, ഇത് ഓവർഫ്ലോ അടിയിൽ പെട്രോൾ നിറഞ്ഞ് വരുമ്പോൾ കളയാൻ. ഇത് എയർ ട്യൂബ്. ഇത് 2T ഓയിൽ വരുന്ന പൈപ്പ് കൊടുക്കാനാണ്, ട്യൂബ് കൊടുക്കാണ്ട് ഹോളാണ് ഇത്. 2T ഓയിൽ, ഇത് 2 സ്ട്രോക്ക് വണ്ടിയാണല്ലോ. അപ്പോൾ 2T ഓയിൽ വരുന്ന ട്യൂബ് കൊടുക്കുന്നതാണ് ഈ ഒരു നിബിള്. ഇത് വന്നിട്ട് പെട്രോൾ നമ്മൾ കൊടുക്കുന്നത്, പെട്രോളിൻ്റെ ഓസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫിറ്റിങ്സും ആയിട്ടുണ്ട്. ഇത് ഓവർഫ്ലോയുടെ തുറന്നു വിടാനുള്ള സ്ക്രൂ. അപ്പോൾ ഇതാണ് യമഹ RS 100 യമഹ വണ്ടിയുടെ കാർബറേറ്റർ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.